സഹായധനം നൽകാൻ കഴിയില്ലാത്തതുകൊണ്ടോ അതോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് സംഭവം മറച്ചുവെച്ചതോ? നമസ്കാരം. പീരുമേട്ടിൽ സീത എന്ന ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടത് ജൂൺ 13-ാം തീയതിയായിരുന്നു. കാട്ടാന ആക്രമിച്ചു എന്ന് പറഞ്ഞ് സീതയെ കാട്ടിൽ നിന്നും ചുമന്നുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് അവരുടെ ഭർത്താവ് ബിനു ആയിരുന്നു. ബിനുവും മക്കളും ആണയിട്ട് പറയുന്നു ആനയാണ് സീതയെ ആക്രമിച്ചത് എന്ന്. സംഭവ സ്ഥലത്ത് ആനയുണ്ടായിരുന്നുവെന്ന് ഫോറൻസിക് വിഭാഗം റിപ്പോർട്ട് നൽകുന്നു. പോലീസും ആന സ്ഥലത്തെത്തിയതിന്റെ തെളിവുകൾ സ്ഥിരീകരിക്കുന്നു. അപ്പോഴാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് ഒരു സംശയം, കൊന്നത് ആന തന്നെയാണോ എന്ന്. വനം വകുപ്പ് പറയുന്നു ആന അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തുന്നതിന് മുമ്പ് ഭർത്താവ് ബിനുവാണ് കൊന്നത് എന്ന് ഒരു കിംവദന്തി പരക്കുന്നു. പ്രതിക്കു തന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നേനെ എന്നാണ് വനം വകുപ്പ് മന്ത്രിയും അന്ന് തന്നെ പറഞ്ഞത്. മന്ത്രിയുടെ ഈ പ്രസ്താവന ദുരൂഹമാണ്. വെള്ളിയാഴ്ചയാണ് സീതയുടെ മരണം നടന്നത്. അന്വേഷണത്തിന് ഉത്തരവാദിത്തപ്പെട്ടവർ എത്തിയത് ഞായറാഴ്ചയും. നിലമ്പൂർ ഇലക്ഷൻ നടന്നത് 19-ാം തീയതിയാണ്. സീതയുടെ മരണം നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. ആന ചവിട്ടിയുള്ള മരണമാണ് സീതയുടേത് എന്ന് വന്നാൽ മലയോര മേഖല കൂടിയായ നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനത് വലിയ ക്ഷീണം ചെയ്യും. ഇത് മനസ്സിലാക്കിയ സർക്കാർ മരണകാരണം മൂടിവെച്ചതോ അതോ ആനയാൽ ആക്രമിക്കപ്പെട്ട് മരിച്ച സീതയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ കഴിയാത്തതുകൊണ്ട് സംശയത്തിന്റെ മുനയിൽ ഭർത്താവ് ബിനുവിനെ നിർത്തിയതോ? മരണം നടന്ന് 13 ദിവസമായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ടേബിളിൽ എത്തിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അന്ന് ലീവ് എടുത്തു പോയതാണ്. മരണകാരണം ഭർത്താവാണെങ്കിലും ആനയാണെങ്കിലും അത് തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലേ? മരിച്ചത് ഒരു ആദിവാസി സ്ത്രീയാണ്. അല്ലെങ്കിലും കാട്ടാന ആക്രമിക്കുന്നത് മുതലാളിമാരെയും മന്ത്രിമാരെയും ഒന്നുമല്ലല്ലോ, ആദിവാസി മനുഷ്യരെയും സാധാരണക്കാരായ കർഷകരെയും ഒക്കെയല്ലേ. അതുകൊണ്ടാണല്ലോ ഒന്നിനും ഒരു തീർച്ചയും തീരുമാനവുമില്ലാത്തത്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ രണ്ട് മൃഗങ്ങൾ തമ്മിലുള്ള സംഘർഷമായി കാണാനാണ് കേരളത്തിലെ സർക്കാരിന് എപ്പോഴും താല്പര്യം. അല്ലെങ്കിൽ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിൽ സർക്കാരിന് എന്ത് താല്പര്യമാണുള്ളത്? തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുടെ ദയനീയമായ ജീവിതവും കൂടപ്പിറപ്പായ ദാരിദ്ര്യവും അതിന്റെ കൂടെ നടക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളും സാൻമാർഗിക പ്രശ്നങ്ങളുമെല്ലാം ഭരണകൂടത്താൽ അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം അവരും മനുഷ്യരാണ്. ഒരു ആദിവാസി യുവതി മരണപ്പെട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് മരണകാരണം കണ്ടെത്താൻ സാധിക്കാത്തത് സർക്കാരിന്റെയും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെയും പിടിപ്പുകേടാണ്. കൊലപാതകമാണെങ്കിൽ അത് ചെയ്തയാൾ ശിക്ഷിക്കപ്പെടണം. മറിച്ചാണെങ്കിൽ കുടുംബത്തിന് അർഹതപ്പെട്ട നഷ്ടപരിഹാരം സർക്കാർ അടിയന്തരമായി കൈമാറണം. എന്തായാലും ദുരൂഹത മാറിയേ മതിയാവൂ, മാറ്റിയേ മതിയാവൂ.